മഞ്ഞിൽ കണ്ണന് കിട്ടിയിട്ടുണ്ട് കേട്ടാ. ഹായ് ചങ്ങന്മാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതമുണ്ട്. അപ്പോൾ ഇന്നൊരു നൈറ്റ് ഫിഷിങ്ങിന് വേണ്ടി ഇറങ്ങാം. ഓട്ടോ ഓടി എന്താ പറയുക, വല്ലാത്തൊരു അവസ്ഥ ഓട്ടമായതുകൊണ്ട് എന്നാലും 10-800 റുപ്യക്ക് ഓടിയിരിക്കണം ഈ ഒരു നേരത്തെ. ഇപ്പോൾ സമയം എന്ന് പറയുന്നത് 7:49 ആയിട്ടുണ്ട്, അതായത് 7:50. അപ്പോൾ ഈ ഒരു നേരത്ത് ചൂണ്ടയിടാൻ വേണ്ടിയിട്ട് തോട്ടിൽ കൂടെ പോകാൻ എഴുതി. കഴിഞ്ഞ ദിവസം നമ്മൾ ഇതേപോലെ, കഴിഞ്ഞ ദിവസമല്ല, ഒന്ന് ഒരാഴ്ച 2 ആഴ്ചയൊക്കെ ആയോന്നില്ലേ, ഒരു 10 ദിവസം ആയേക്കും. 2 ദിവസം 2 രാത്രി നമ്മൾ കഷ്ടപ്പെട്ടതാണ് മഞ്ഞിലിന് വേണ്ടിയിട്ട്. പക്ഷേ എങ്കിൽ ഇന്നലെ എൻ്റെ ഫ്രണ്ട് മഞ്ഞിലിനെ തോട്ടിൽ നിന്ന് പിടിച്ചു. അപ്പോൾ എനിക്കൊരു പ്രതീക്ഷ, അഥവേ കിട്ടിയാലോ, നമുക്കറിയില്ല, ആ തോട്ടിൽ മീനല്ലേ, നമുക്കറിയില്ലല്ലോ. അപ്പോൾ ഒന്നുകൂടി പോയി നോക്കുകയാണ്. ഇതിൻ്റെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ പോക്കാണ് ഈ ഒരു മഞ്ഞിലിനെ തേടിയിട്ടുള്ളത്. പിന്നെ ഒരു അവസരം, ഇത് ഇന്ന് വള്ളം പാകമാണ്, എല്ലാം കൊണ്ട് കാലാവസ്ഥ ഓക്കെയാണ്, എല്ലാം കൊണ്ട് ഓക്കെയാണ്. മഴയൊന്നും ഇല്ലാത്ത ദിവസമാണെന്ന്. ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്തിട്ടില്ല ഇവിടെ, പകൽ വീഡിയോ ഇല്ലെന്ന്, ഓട്ടോ ലൈഫില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നൊന്ന് പോയി നോക്കിയാലോ എന്ന് ഞാൻ കരുതുന്നുണ്ട്. കരുതല്ല, പോവുകയാണ്. അപ്പോൾ ഞണ്ട് കിട്ടുകയാണെങ്കിൽ ബക്കറ്റ് എടുത്തിട്ടുണ്ട്. അമ്മ പറഞ്ഞു കഴിഞ്ഞ പ്രാവശ്യം ഞണ്ട് കിട്ടിയെന്ന് പറഞ്ഞപ്പോൾ ഞണ്ട് കിട്ടിയിട്ട് എന്താ വെച്ച് കൊണ്ടുവരാൻ എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് എന്തായാലും ബക്കറ്റൊക്കെ എടുത്തിട്ടുണ്ട്, ഞണ്ടൊക്കെ എടുക്കുക എഴുതിയിട്ട്. കുടലാണ്, ചൂണ്ടലൊക്കെ ബാഗിലുണ്ട്. പിന്നെ വേറെ ഒന്നും എടുക്കാറില്ല. വണ്ടി കുറച്ച് അടുത്തേക്ക് കൊണ്ടു നിർത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടെ ഒരു വീടുണ്ട്, ആ ഒരു വീടിൻ്റെ ഫ്രണ്ടിൽ കൂടെ ആയിരുന്നു നമ്മൾ മുമ്പ് മഴ പെയ്താര സമയത്തൊക്കെ രാത്രിയൊക്കെ പോയിരുന്നത്, ഞാൻ കാണിച്ചിരുന്നതാണ്. അപ്പോൾ അവിടെ ഒരു റോഡുണ്ട്, പക്ഷേ അവിടെ വീടിൻ്റെ അവിടെ കൊണ്ടുപോയി നിർത്താൻ വേണ്ടി പറ്റില്ല, വീടിൻ്റെ പുറത്ത് കൊണ്ടുപോയി നിർത്താൻ കുഴപ്പമൊന്നുമില്ല. എന്തായാലും ഞാൻ പോയി നോക്കട്ടെ എന്താ അവസ്ഥ. അല്ല, കണ്ണനും ചെക്കന്മാരുണ്ട് അവിടെ മേലെ, അപ്പോൾ ഓലൊന്ന് കാണണം. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന സുഹൃത്തുക്കളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ, ഒരു ലൈക്ക് അടിക്കാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഫിഷിംഗ് വീഡിയോസ് നിങ്ങൾക്ക് ചടക്കുന്നുണ്ടെങ്കിൽ, മടുക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യണം. വേണമെങ്കിൽ ഞാൻ കുറച്ച് മാറ്റി പിടിക്കാം. പക്ഷേ ചിലപ്പോൾ 1-2 ദിവസം വീഡിയോ ഉണ്ടാവില്ല എന്നേ ഉള്ളൂ. എനിക്കിത് ചെയ്യേണ്ടത് ഇഷ്ടമാണ്, അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഇറങ്ങുന്നത്. അവനൊന്ന് പോയി നോക്കട്ടെ. തോടിൻ്റെ ഇന്നത്തെ അവസ്ഥ എന്ന് പറയുന്നത്, വെള്ളമൊക്കെ വളരെയധികം വലിഞ്ഞിട്ടുണ്ട്, അടിയൊക്കെ കാണാം നമുക്ക്. ഈ ഒരു സൈഡിൽ നോക്കുകയാണെങ്കിൽ ഇതന്നെ അവസ്ഥ ഉണ്ടാ. അപ്പോൾ എനിക്ക് ഈ ഒരു പടുവിലൂടെ അങ്ങോട്ട് അറ്റത്തേക്ക് പോകണം. നമ്മൾ മുമ്പ് ക്യാമ്പ് ചെയ്ത സ്ഥലം ഞാൻ കാണിച്ചു തരാം കേട്ടോ. തോട്ടിൽ നമ്മൾ ഒരു ദിവസം ക്യാമ്പ് ചെയ്തില്ലേ, നമുക്ക് നല്ല കൊതുകടിയെന്നൊക്കെ പറഞ്ഞു, അവിടേക്കാണ് ആ ഒരു ഏരിയയിൽ കൂടെ നമ്മൾ പോവുക. ഞാൻ കാണിച്ചു തരാം. ഇത്തരത്തിൽ ചൂണ്ടയിടാൻ പോകുമ്പോൾ കണ്ണൻ തരുന്നൊരു ഉപദേശമുണ്ട്, തോടിൻ്റെ പറ്റിന് തന്നെ പന്നികളുണ്ട് എന്നുള്ളതേ. കണ്ണൻ്റെ ഉപദേശം ഞാൻ സ്വീകരിക്കാറുമുണ്ട്. പക്ഷേ എങ്കിൽ കണ്ണന് ഭയങ്കര പേടിയാണ്. എന്ത് കേസാണെങ്കിലും അവന് ഈ രാത്രി മീൻ പിടിക്കുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ എങ്കിൽ അതേപോലെ തന്നെ പേടിയാണ്. അപ്പോൾ തോടിൻ്റെ പറ്റിന് നടക്കുകയാണ്. ഇതിൽ നടക്കാനുള്ള കാരണം എന്താ വെച്ചാൽ, തൊഴിലുറപ്പുകാർ ഇപ്പോൾ തോട് വൃത്തിയാക്കിയിട്ട് ഇതിലൊക്കെ നമുക്ക് സുഖമായിട്ട് നടക്കാം. അവർ കൊടുത്ത കാട് കാര്യങ്ങളൊക്കെ വെട്ടി എല്ലാം നല്ല അടിപൊളിയാക്കുന്നുണ്ടാ. വള്ളികളൊക്കെ തൂങ്ങി കിടക്കാണ്ടെങ്കിൽ ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് ചെറിയൊരു പേടി വരാം. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ എൻ്റെ ഫ്രണ്ടിൻ്റെ ഏരിയ അവിടെയാണ്. നോക്കണ്ട, നമ്മൾ പോവാം. നമ്മുടെ ലക്ഷ്യസ്ഥാനത്തേക്ക്. കണ്ണൻ പറഞ്ഞതുപോലെ തോടിൻ്റെ പറ്റു പിടിച്ച പോണ്. അതാകുമ്പോൾ പന്നിയും പാമ്പൊന്നും ഉണ്ടാവില്ല എന്നൊക്കെയാണോ പറയുന്നത്. ഉണ്ടാവും, എന്നാലും ഏറെക്കുറെ സേഫാണ്. ഇപ്പോൾ പുല്ല് വെട്ടി കാട് വെട്ടിയതുകൊണ്ട് എന്നാണ്. ഞാൻ ഫസ്റ്റ് നമ്മുടെ ടെൻറ്റ് വാങ്ങിയെന്ന് ഇവിടെ നിന്നായിരുന്നു അതിൻ്റെ ഇൻട്രോ ഒക്കെ എടുത്തിരുന്നത്. ഇവിടെ കണ്ട കല്ല് കാര്യങ്ങളൊക്കെ ഞങ്ങൾ കുക്കിംഗ് പരിപാടിയൊക്കെ നടത്തലുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ആയിരുന്നു നമ്മൾ ക്യാമ്പ് ചെയ്തിട്ടാ. തോടിൻ്റെ ഒരു തെങ്ങല്ലേ കിടക്കണേ, ഒരു തെങ്ങാണ് കിടക്കണേ തോടിൻ്റെതാ. ഈ ഒരു ഏരിയയിലാണ് നമ്മൾ ക്യാമ്പ് ചെയ്തത് ആ ദിവസം. അപ്പോൾ ആ ഒരു തോടെയല്ല ഇന്നത്തെ തോട്. കാരണം എന്താ വെച്ചാൽ, തോട് മൊത്തത്തിൽ അവർ വൃത്തിയാക്കി എന്നുള്ളതാണ്. കുറച്ച് ദൂരം നടക്കണോ, അങ്ങ് അകലെ നമുക്ക് ലൈറ്റ് വേണ്ട. ഏതാണ്ട് ആ ലൈറ്റിൻ്റെ അടുത്തേക്ക് നമ്മൾ പകുതി നടക്കണം. ലൈറ്റിൻ്റെ അടുക്ക് എത്തണ്ട, അതിൻ്റെ പകുതി നടക്കണം. ഞാൻ ആ ഷൂ നിർത്തുള്ള ചെരുപ്പുമ്പോൾ തന്നെയാണ്. ഇതിലൊക്കെ ആളുകൾ നല്ല നടക്കലുണ്ട്, വഴിയുണ്ട്, ചെളിയില്ല. അന്നത്തെ പോലെ അത്ര ചെളിയില്ല. പിന്നെ ഞാൻ കരുതിയിരുന്നൊരു സ്ഥലം ഇതായിരുന്നു കേട്ടോ. ഇവിടെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇട്ട് നോക്കാം. നോക്കട്ടെ ശരി. പക്ഷെ ഇവിടെ വെള്ളമല്ല, ഇവിടെ വെള്ളം വളരെ കുറവാണ്, അടി കാണുന്നുണ്ട്, അത്രയും വെള്ളമല്ല. അപ്പോൾ ഞാൻ മേലൊക്കെ ഓരോരുത്ത് പോയിട്ട് നമുക്ക് ഡൈവേർഷൻ എടുക്കാം. അതല്ലേ, ഇതോടത്തെ ഒരു പുരാവസ്തുവാണ്. പുരാവസ്തു എന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയുക, നാളികേരൊക്കെ എടുത്ത് വെക്കണം. അല്ലെങ്കിൽ ഇവിടെ തോട്ടങ്ങളിലൊക്കെ ഉള്ള നാളികേരൊക്കെ ശേഖരിച്ച് വെച്ചിരുന്ന ചെരുപ്പാണ് ചാടി കിടക്കുന്നത്. ഇതിൻ്റെ ചെരുപ്പ് തന്നെ കേട്ടോ, വള്ളിയം തട്ടി ശേഖരിച്ച് വെച്ചിരുന്ന സ്ഥലമാണ്.
ഇവിടെ എവിടെയാണ് അവരുണ്ടെന്ന് പറയുന്നത്. അവരുണ്ടെങ്കിൽ നമുക്ക് സിഗ്നൽ അടിച്ചു കൊടുക്കാം. ഇങ്ങോട്ടൊരു മറുപടിയും വരുന്നില്ലല്ലോ. ആ സിഗ്നൽ കിട്ടി. കണ്ണൻ ഇപ്പോഴാണ് തോന്നുന്നു കണ്ടത്. ഞാനവിടെ ചെല്ലുന്നുണ്ട്. അതുപോലെ അങ്ങനെ വല്ലാതെ എൻ്റെ മാതിരി ടോർച്ച് അടിക്ക് ലൈറ്റ് അടിക്കൊന്നുമില്ല. കാരണം എന്താ വെച്ചാൽ ഓർക്ക് വീഡിയോ എടുക്കണ്ടല്ലോ, എനിക്ക് വീഡിയോ എടുക്കണം. അപ്പോൾ ലൈറ്റ് വേണമല്ലോ. ഒക്കെ നടന്നു കൊടുക്കുമ്പോൾ തോടിൻ്റെ പറ്റിനാണ്. അപ്പോൾ നമ്മൾ ഏതാണ്ട് മെയിൻ റോഡിൻ്റെ അടുത്ത് എത്താനായി. സർപ്രൈസ് എന്താ? മഞ്ഞിലോ? അല്ല ആയിക്കോട്ടെ, ചെറുത് മതി. എവിടെ? ആ ഇനിയും കണ്ണനാണ് വന്നിട്ടുള്ളത്. നമ്മളീ സഞ്ചിയില. ആ അപ്പോൾ ഇവർക്ക് കിട്ടിയിട്ടുള്ള ഇണ്ണിയെ വല്ലതും കയറ്റി ആണ്ടത് ആരൽ. ഇതാണ് ആരൽ അത്യാവശ്യം നല്ല ആരലാണ്. കയ്യളവൊക്കെ നോക്കുകയാണെങ്കിൽ ഈ ഒരു റേഞ്ച് വരുന്ന ആരലൊക്കെ കയറ്റിയിട്ടുണ്ട്. പിന്നെ മഞ്ഞിൽ കണ്ണന് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഒരു ഇളം മഞ്ഞിലാണ് ഇത്. ചത്തില്ല കണ്ടാ, ഒരു ചെറിയ മഞ്ഞിലേ. കൊത്തെങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയാ. ടമ്പർ കൊത്താണെന്ന് പറഞ്ഞത്. അപ്പം അജാതി ടമ്പർ കൊത്താൻ വേണ്ടിട്ട് തന്നെയാ ഞാൻ അതിനാ പോണേ. നടക്കോ പടം ഇടോ? അപ്പോൾ കണ്ണന് മഞ്ഞിൽ കിട്ടിയിട്ടുണ്ട് കണ്ടാ. അപ്പം ഇന്ന് മഞ്ഞിൽ നമ്മുടെ വീഡിയോയിലുണ്ട്, എനിക്ക് കിട്ടിയില്ലേ. അങ്ങനെയെങ്കിലും നിങ്ങൾ ഉഷാറായിട്ട് കിട്ടിയെന്നാ. ഞാൻ അങ്ങോട്ട് പോയാലോ? അപ്പുറത്തേക്ക് ഇല്ലേ? ഓലടുന്ന് പോന്നാണ്ടേ ഞാൻ എൻ്റെ സ്പോട്ടിലേക്ക് ഇങ്ങനെ നടന്നു കൊടുക്കുകയാണ്. ഓല് ഞങ്ങളുടെ ഒരു തോട്ടിലാണ് ഇട്ടുകൊണ്ട് നിൽക്കണം. പക്ഷെ ഞാൻ ഞങ്ങളുടെ മറ്റൊരു തോട്ടിലേക്കാണ് പോകുന്നത്. ഇവിടെ 2 തോടുണ്ട് ഞങ്ങൾക്ക്. ഞാൻ മുമ്പും വീഡിയോയിൽ പറഞ്ഞാണ്, പുതിയ ആളുകളുണ്ടെങ്കിൽ അറിഞ്ഞോട്ടെ എന്ന് കരുതിയിട്ടാണ് പറയാറ്. സമയം 8:15 ഞാൻ ഈ നേരത്താണ് എനിക്ക് ചൂണ്ടയിടാനുള്ള സ്പോട്ടിലേക്ക് എത്തിയത്. ഏതായാലും കുഴപ്പമില്ല, നമ്മൾ മുമ്പ് ഇട്ടിരുന്ന സ്ഥലമാണ്. അപ്പോൾ ഈ ഒരു സ്ഥലത്താണ് നമ്മൾ ഇടാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഇവിടുത്തെ വെള്ളമൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം ഓക്കെയാണ്. വെള്ളമൊക്കെ നല്ലോണം ടോർച്ച് വെള്ളത്തിൽ കടിക്കാൻ വേണ്ടി പാടില്ല. അതിനെ പണി തുടങ്ങട്ടെ. ഇനി ഒന്നും നോക്കാമല്ല, പെട്ടെന്ന് പരിപാടി നോക്കാം. ചൂണ്ട ഉണ്ട് ഇതുമേ. കോഴിക്കോടൽ ബക്കറ്റിലുണ്ട്. കോഴിക്കോടലെടുക്കുന്നു. ഇതൊരു മീൻ കിട്ടിയാലും ഇല്ലെങ്കിലും ഇതൊരു ചെറിയ വീഡിയോ ആയിരിക്കും. എന്നാൽ പിന്നെ ഞാൻ ഇട്ടിട്ടുണ്ട് ഇങ്ങോട്ട്. ബാക്കി നമുക്ക് കണ്ടറിയാം. ഞണ്ടെങ്കിൽ ഞണ്ട് അല്ലേ? കൊത്തൽ തുടങ്ങി കണ്ടോ? ഈ ഇതുമ്മ എന്താ വെച്ചാൽ ഈ കുടലുമ്മ ചെറുവകയും ഞണ്ടും എല്ലാ മീനുകളും ഏറെക്കുറെ കൊത്തും. ആരിലും കൊത്തൂല. ആരിലല്ലാത്ത മീനുകളൊക്കെ കൊത്തും. എന്നാൽ ആരിലും കൊത്തി കിട്ടി എന്നൊക്കെ പറയണത് കേട്ടിട്ടുണ്ട് ഞാൻ. സത്യാവസ്ഥ എന്തൊക്കെയും അറിയില്ല. ഇതിപ്പോൾ ഈ കൊത്തിക്കൊണ്ട് ഇപ്പോൾ മീൻ കൊത്തുന്നുണ്ട്. ഇട്ടിട്ടുള്ളൂ ഇട്ടിട്ടുള്ളൂ. പക്ഷേ അപ്പോഴേക്ക് കൊത്തൽ തുടങ്ങി. അപ്പോൾ ഈ കൊത്തുന്നത് കണ്ടോ, ഇതിന് തെമ്പാണ് പിടിച്ച് വലിച്ചിട്ടുള്ളത്. തെമ്പ് പറയുമ്പോഴേക്ക് ഇതിൻ്റെ അറ്റഭാഗം, തലപ്പം, ഈ അകരം എന്നൊക്കെ പറയില്ല നമ്മൾ. അപ്പോൾ അവിടെയാണ് ഒരു കൊത്തി വലിച്ചിട്ടുള്ളത്. അപ്പോൾ ഞാൻ അവിടേക്ക് ഇടുന്നില്ല. ഒക്കെ കണക്കന്നെ. അവിടെ ഈ ഒരു ഏരിയയിൽ ഫുള്ള് ചിലപ്പോൾ നമ്മളുണ്ടാവും. പക്ഷേ എങ്കിൽ ഇവിടെ ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ളത് മഞ്ഞിൽ. അത് ഓൽക്കും അറിയാം. പക്ഷെ ഓല് ഇങ്ങോട്ട് വരാത്തതുകൊണ്ട് അറിയാം, പേടി കൊണ്ടാണ്. ഇവിടുത്തെ അന്നത്തെ വിഷയം ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. എന്താണ് ഇവിടുത്തെ യഥാർത്ഥ സംഭവം എന്ന് വെച്ചാൽ, കുറേ ആളുകൾ പല ശബ്ദങ്ങൾ കേട്ടിട്ടുണ്ട്. ചൂണ്ടയിടാനും അല്ലാതെയൊക്കെ ഇതുവഴി പാസ് ചെയ്യുമ്പോൾ ശബ്ദങ്ങൾ കേട്ടു. വേറെ കുറേ ആൾക്കാർ ഇവിടെ എന്തോ രൂപം കണ്ടു. അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കഥകൾ. അതൊന്നും ഇപ്പോഴത്തെ ടൈമിലല്ലേ. ഞാൻ ഈ കഥയൊക്കെ കേൾക്കുന്നത് എൻ്റെ കുട്ടിക്കാലത്താണ്. അപ്പോൾ അതൊന്നും ആലോചിച്ച് എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ കേൾക്കുമ്പോൾ അന്ന് അവരുടെ ഒരു കുട്ടിക്കാലമാണ് അവർ പറയണത്. ഇപ്പോൾ ഇത് മീനാണോ ഞണ്ടാണോ എന്ന് എനിക്ക് കൺഫേം ഇല്ല. കൊത്തുന്നുണ്ട് ഇപ്പോഴും. ഒരു അടിപൊളി അഡാറ് ഒരു പാറ ഞണ്ട് കയറിയിട്ടുണ്ട്. കണ്ടങ്ങൾ അതവിടെ കിടക്കുന്നുണ്ട്. ബക്കറ്റ് അതിനെ കൊണ്ടുവന്ന് മനസ്സിലായില്ലേ. ഇനി ഞണ്ട് കിട്ടിയാലും ഒഴിവാക്കുള്ളത്. നല്ല അടിപൊളി ഞണ്ടാട്ടോ. ഇവിടെ കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ലൊരു ഞണ്ടാണ് ഇപ്പോൾ കയറിയിട്ടുള്ളത്. ബക്കറ്റ് കൊണ്ടുവന്നത് വെച്ചാൽ ഒരു കയറി പോകാൻ വേണ്ടി പറ്റാതെ വെക്കാൻ വേണ്ടിയിട്ട്. ഈ ഒരു നേരത്ത് ഇവിടെ ഇപ്പോൾ 8:30 സമയം. 8:30 8:45 8:45 ഈ ഒരു സമയത്ത് ഞാനിവിടെ ഇങ്ങനെ ചൂണ്ടിട്ടുകൊണ്ട് നിൽക്കാം. കുഴപ്പമില്ല, നോക്കാം, നമുക്ക് കിട്ടും. ഞണ്ടിനങ്ങനെ കയറ്റിയാൽ തന്നെ ഇവിടുന്ന് മീനിനെ കിട്ടുള്ളൂ. മനസ്സിലായില്ലേ?
കുറേ ഞണ്ടൊക്കെ പിടിക്കണം, അപ്പം തന്നെ മീനെ കിട്ടുക. ലൈറ്റ് മറന്നതാണ്. അമ്മക്ക് എന്തിനാ അറിയാം ഈ ഞണ്ടിനെ ചമ്മന്തി അരക്കണം, അതുപോലെ തന്നെ ഇത് കഫക്കെട്ടിനൊക്കെ നല്ലതാണെന്ന് പറയണ കേട്ടിട്ടുണ്ട് ഞാൻ. എനിക്കറിയില്ല. ഒരു സമയം 9:45. ഈ ഒരു സ്ഥലത്ത് ഞാൻ മാറിയിട്ടില്ല കേട്ടോ. അന്നും ഇതേപോലെയൊക്കെ തന്നെ നൈറ്റ് ചൂണ്ടിടാൻ വന്നു. പക്ഷെ നിങ്ങൾക്ക് വീഡിയോയിൽ കണ്ടപ്പോൾ ഞാൻ പെട്ടെന്ന് ഇങ്ങനെ ചലിക്കണ മാതിരിയാണ് തോന്നിയത്. ശരിക്കും അങ്ങനെയല്ല. ഇപ്പം നമ്മൾ ചൂണ്ടിൽ കുടുങ്ങി കിടക്കുക. ഇതാണ് ഈർപ്പ, വലിച്ചിട്ട് കിട്ടണില്ല. പക്ഷേ എങ്കിൽ നമ്മളെ തോടായതുകൊണ്ട് ഇങ്ങനെ വല്ല നൈസായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുത്താലൊക്കെ ഇങ്ങനെ ചെറിയ രീതിയിൽ കൊടുക്കൊക്കെയാണ് ഇങ്ങനെ അവിടെ പോരും. പിന്നെ ഞണ്ടാണ് ഈ കൊടുക്കണത്. ഇപ്പം എത്ര ഞണ്ട് കിട്ടിയിരിക്കണ അറിയോ? വലുത് മൊത്തം 4 കിട്ടിയാണ്. വലുത് തന്നെ 2ആണ്. ഒരു അടാറ് വലുപ്പ് ഞണ്ട് 2 കിട്ടിയാണ്. ഞണ്ടാണ് കൊത്തുന്നത്. ഇപ്പം കണ്ണൊക്കെ ഒളിച്ചിരുന്നു. അപ്പോൾ കണ്ണും പറയണെന്ന് വെച്ചാൽ ഓർക്ക് അത്യാവശ്യം ആരിലൊക്കെ കിട്ടിയിരുന്നു. ഓല് പുയരമ്പലാട്ടിരുന്നു. ഇതിൻ്റെ പോലെ കുടലല്ല. കുടലിട്ടാലേ നമുക്ക് ആരിൽ മഞ്ഞയിലിന് ഏറെ സാധ്യത ഉള്ള രീതിയിട്ടാണ് ഞാൻ കുടലിടുന്നത്. ഞാൻ നിർത്തിയ ക്യാമറ നിർത്തുമെന്ന് പറഞ്ഞാൽ അവസാനം എൻ്റെ ചൂണ്ടിൽ പൊട്ടി. ശരിക്കും ഞാൻ പൊടിച്ചിട്ടേ പോകുള്ളൂ എന്നുള്ള മൈൻഡിലാണ് കേട്ടോ. അത് വേറെ എൻ്റെ ചൂണ്ടിൽ 1-2 വട്ടമായി ഇതിങ്ങനെ കുടുങ്ങണേ. ഇതുമ്പോൾ കൊക്കല്ല കണ്ട, കൊക്കല്ലാത്ത ടൈപ്പായിട്ടുണ്ട്. 1-2 വട്ടമായി ഇതിങ്ങനെ കുടുങ്ങണേ. ഇപ്പോൾ പൊട്ടി ഞാൻ കുറേ കരുതി. പൊട്ടിയാലും ഇപ്പം ഇനിയിപ്പോൾ നമുക്കാണെങ്കിൽ കൊക്കൊക്കെ പതിച്ച് ഈയൊക്കെ ഇട്ട് സെറ്റാക്കി ഒന്നുകൂടി ഇടാം. പക്ഷേങ്കിൽ ഞാനിപ്പോൾ ഒന്നും ചെയ്യണില്ല. ഇപ്പോൾ നമുക്ക് പോകാനുള്ള ടൈമായാണ്. പോകാനുള്ള ടൈമെന്ന് പറയുമ്പോൾ 11 മണിയായി. അപ്പോൾ ഇനിയിപ്പോൾ ഇവിടെ നിന്നാൽ ശരിയാവില്ല. മേലെ ഇരുന്നിരുന്ന ചെക്കന്മാർ കണ്ണനൊക്കെ അവർ നേരത്തെ പോയിട്ടോ. അവർക്ക് വിളിച്ചിരുന്നു, ഇനി പോര്, നമുക്ക് നാളെയും പിടിക്കാമല്ലോ മീൻ, വെറുതെ അവിടെ ഇങ്ങനെ ഇരിക്കല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അവർ വിളിച്ചിരുന്നു. അവർ വിളിച്ചിട്ട് 1/2 മണിക്കൂർ ഞാൻ അവിടെ ഇരുന്നു എന്നുള്ളതാണ്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ മുമ്പത്തെ വീഡിയോയിൽ ഞാൻ അതിൽ പോയതാണ്. അതൊക്കെ നിങ്ങൾ കണ്ടാണ്. ഞണ്ടുകൾ ഇറങ്ങിപ്പോവല്ലേ അതുപോലെ ഇറങ്ങിപ്പോവുന്നുണ്ട്. ഉണ്ടാ അത് നമുക്ക് കിട്ടിയില്ല ഞണ്ടിടാ. ഇതിൽ ഇറങ്ങിപ്പോവാതൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു പണി ചെയ്താൽ പറ്റും. എന്താ വേസ്റ്റ് അപ്പടി പോരല. ഓക്കെ, ഞണ്ട് ഇവിടെ ചാടി. കണ്ട കുടല് കിടക്കണം. നമ്മളെ കുടലാണ്. അതൊക്കെ ഞാൻ കവറൊക്കെ ഒഴിവാക്കിയിട്ട് ഞാൻ കുടൽ വേസ്റ്റല്ലേ ഇവിടെ ഇടണ്ടെന്നൊക്കെ കരുതി ഇങ്ങനെ കരുതിയതായിരുന്നു. പക്ഷേ എങ്കിൽ ഒരു ഞണ്ട് ചാടിപ്പോയി. ഇനി എത്ര ഉണ്ട് ഇതിലേക്ക് അറിയില്ല. 3 ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. വലുതാണ് ചാടിപ്പോയത്. ഇല്ലെങ്കിൽ വലുത്. ഇവിടെയൊക്കെ ലൈറ്റ് ഇല്ലെങ്കിലൊരു അവസ്ഥ കാണണം. ഇതാണ് മൊത്തത്തിലുള്ളൊരവസ്ഥ കേട്ടോ. ലൈറ്റ് ഇല്ലെങ്കിൽ ആരെങ്കിലും വന്ന് കാലിനൊക്കെ പിടിച്ചാവോ, വാടാൻ കിട്ടുക കാരണമുണ്ട്. എന്താ ചെയ്യുക? ഭയാനകം. ഞാൻ വേഗം പോട്ടെ. അവിടെ തൊട്ടടുത്തുള്ള വീടിൻ്റെ ലൈറ്റൊക്കെ എല്ലാ ലൈറ്റുകളും ഓഫായി. സമയം 11 മണിയായില്ലേ. ഇനിയിപ്പോൾ എടുക്കുക ആരാ? നമ്മുടെ വണ്ടി ഉണ്ട് ഇവിടെ. കണ്ട, നമ്മുടെ വണ്ടിയാണ് കിടക്കുന്നത്. വണ്ടിയിൽ കഴിഞ്ഞൊക്കെ എന്തെങ്കിലും കയറിയിരിക്കണോ? ഇവിടെ തൊട്ടടുത്തൊരു ചെറിയൊരു കാടും ഉണ്ട്. എന്തായാലും മേറ്റൊക്കെ വലിച്ചിടണം, ശ്രദ്ധിക്കണം. നേരത്തെ വീടുകളുണ്ടായതുകൊണ്ട് ടോർച്ചിൻ്റെ ലൈറ്റ് വല്ലാതെ കൊണ്ട് പോകാനും പാടില്ല. ഇവിടെയാണ് ഇങ്ങനെയാണ് വണ്ടി നിർത്തിയുള്ളത്. വണ്ടി കയറ്റ വീട്ടിൽ കോട്ടോ. ചെറിയൊരു ക്ലിയർ കമ്മി ഉണ്ടാവും കേട്ടോ. ക്ലിയർ കമ്മി വേറെ ഒന്നല്ല, മഞ്ഞ് ഗ്ലാസ്സുമൊക്കെ വന്ന് വീണിട്ട് ക്ലിയർ ഇല്ല. എൻ്റെ മക്കളെ ഇവിടെ പാലത്തും കരയിലൊക്കെ ഉണ്ടോ കേട്ടോ. നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് ചെറിയ രീതിയിലേ കാണുള്ളൂ. ഞാനിപ്പോൾ അത് തുടയ്ക്കാനൊന്നും വേണ്ടി നിൽക്കുന്നില്ല. അത് അങ്ങനെ തുടച്ചിട്ടില്ല, വെള്ളം കൂട്ടി തുടക്കണം. പാലത്തിനൊന്നും ആരുമില്ല കേട്ടോ. സമയം ഒരുപാടായില്ലേ. 11 മണിക്കൊക്കെ ആരും ഇരിക്കുന്ന പാലത്തിന് എല്ലാവരും വീടാണ് ഞാൻ നോക്കും. ഒരു മനുഷ്യന്മാരില്ല. കൊള്ളാം. നമുക്ക് ഞാൻ നിർത്തേണ്ട ആവശ്യമില്ല, നേരെ വിട്ടാൽ മതി. ഇനിയിപ്പോൾ നാളെ തന്നെ ചെക്കന്മാരുടെ ഊക്ക് കേൾക്കാം. കാരണം എന്നെ കളിയാക്കുക, എല്ലാവരും എന്നെ കളിയാക്കാണ്. നിങ്ങളും തന്നെ കമന്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ചെയ്തണം കേട്ടോ. അത് കളിയാക്കേ എന്തായാലും കുഴപ്പമില്ല. ഞാനിതൊക്കെ തമാശയായിട്ട് പറയാം. ഇന്റെ ചെക്കന്മാരെന്നെ കളിയാക്കുന്നതിൽ എനിക്ക് ആനന്ദമാണ്. കാരണം നമ്മളാരിലൊക്കെ കളിയാക്കാനുണ്ടല്ലോ അല്ലേ, അതൊരു ഭാഗ്യമാണ്. നമ്മളാരും കളിയാക്കാനൊന്നും ഇല്ലെങ്കിൽ നമ്മൾ ഒറ്റപ്പെട്ട് പോയത് പോലല്ലേ. മീൻ മാത്രം കിട്ടിയില്ല. നിക്കറൊക്കെ പൊടിച്ചോ. അങ്ങനെയെങ്കിലും വീട്ടിലെത്തിയാണ്. ശ്രമം ഞാൻ നിർത്തൂല, ശ്രമിച്ചുകൊണ്ടേയിരിക്കും.
ഇനി പക്ഷേ അവിടേക്ക് ഇപ്പോൾ അടുത്തൊന്നും പോകുന്നില്ല, കുറച്ച് ദിവസം കഴിയട്ടെ. വെച്ചാൽ ഈ ഞണ്ടിനെ എങ്ങനെ പിടിച്ചാൽ എന്താ വേണ്ടേ? ഇക്കറ് പിടിച്ചേ ഞണ്ടിൻ്റെ ഇക്കറുകൾ പൊട്ടിക്കട്ടെ, അല്ലെങ്കിൽ ഞണ്ട് ഇറങ്ങി പോകണ ഒരു ഞണ്ട് തന്നെ പോയി. എന്നാൽ പിന്നെ ഈ ഒരു വീഡിയോ അടിച്ച് പോയിൻ്റ് അപ്പ് ചെയ്യാം. അടുത്തല്ലേ വീഡിയോ പിന്നെ. ഓക്കെ ബൈ.